ദൈവത്തിൻ്റെ മഹത്വം. ആൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് അലയൻസ് APA അഖില ഇന്ത്യ പെന്തക്കോസ്റ്റ് ഐക്യവേദിയുടെ 10ാമത് വാർഷിക സമ്മേളനവും സുവിശേഷ റാലി, സുവിശേഷ യോഗം എന്നിവയുടെ ബന്ധത്തിൽ ഞങ്ങളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന കമ്മിറ്റിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അത് വിവിധ സ്ഥാനങ്ങൾ ഈ കമ്മിറ്റിയിൽ അലങ്കരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. ഞങ്ങൾ കമ്മിറ്റികളായി തിരിച്ചും സ്വാഗത സംഘം കമ്മിറ്റി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വരെയുള്ള സ്വാഗത സംഘം കമ്മിറ്റിയിൽ എല്ലാ ജില്ലയിൽ നിന്നും 6 പേരുള്ള ഒരു സ്വാഗത സംഘം കമ്മിറ്റിയുണ്ട്. അതുപോയിട്ട് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി, 63 പേരടങ്ങുന്ന ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചിലരായിരിക്കുന്ന ഞങ്ങളിന്ന് ഒരുമിച്ച് കൂടിയ ഒരു മീറ്റിംഗാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന റവറൻഡ് ഷിമോൺ എം ഷൈൻ നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ തന്നെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന റവറൻഡ് സനൽകുമാർ അവർകൾ നമ്മുടെ നടുവിലുണ്ട്. അതുപോലെ മറ്റ് കൺവീനേഴ്സായിട്ടും അതിൻ്റെ സെക്രട്ടറിമാരായിട്ടും അനവധി പ്രിയമുള്ളവർ ഇവിടെ കൂടിയിരിപ്പുണ്ട്. APAയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന റവറൻഡ് ജസ്റ്റിൻ ജോസ് നമ്മുടെ നടുവിലുണ്ട്. ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ആവശ്യത്തിന് റവറൻഡ് ക്രിസ്ത്യൻ ജോൺ അവറുകൾ നമ്മുടെ നടുവിലുണ്ട്. ഈ സമയം ഈ സമ്മേളനത്തെക്കുറിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യാനും ഒരു പരസ്യ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ഈ സമയം ആദ്യമായിട്ട് ഈ സമ്മേളനത്തിന് ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന റവറൻഡ് സനൽകുമാർ അവറുകളെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. APA എന്ന സംഘടനയുടെ 10ാമത് വാർഷിക സമ്മേളനം 2025 ഏപ്രിൽ മാസം 14-ാം തീയതി കണ്ടലയുള്ള വിശ്വംഭര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. കഴിഞ്ഞ 10 ആണ്ടുകളായി APAയുടെ പ്രവർത്തനങ്ങൾ ഭാരതത്തിലുടനീളം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും വളരെ നല്ല നിലയിൽ നടത്തുവാൻ സർവശക്തനായ ദൈവം അവസരങ്ങളെ തന്നു. അവകൾക്കായി ഞാൻ കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. മാത്രവുമല്ല, എല്ലാ ഭാഗങ്ങളിൽ നിന്നും അന്നത്തെ ദിവസം 1000-ൽ അധികം വരുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്ന APAയുടെ 10ാമത് വാർഷിക സമ്മേളനത്തിൽ സഭാ വിഭാഗ വ്യത്യാസമെന്നെ എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. APAയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി, സമ്മേളനത്തിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഈ സമയം നമ്മോട് കൂടെ റവറൻഡ് ഷിമോൺ എം ഷൈൻ ഈ സമ്മേളനത്തിനെ കുറിച്ച് ആഹ്വാനം ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ക്രിസ്തുവിൽ ഏവർക്കും വന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് APA എന്ന പ്രസ്ഥാനത്തിൻ്റെ 10ാം സമ്മേളനം ഈ വരുന്ന 2005 ഏപ്രിൽ മാസം 14-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്ക് സമീപമുള്ള കണ്ടല വിശ്വംഭരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാനായി അതിൻ്റെ ഭാരവാഹികൾ തീരുമാനമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി അനുഗ്രഹീതമായ നിലയിൽ നടന്നു വരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ 10ാമത്തെ സമ്മേളനമായി ക്രമീകരിച്ചിരിക്കുമ്പോൾ വിവിധ ആത്മീയ നേതാക്കന്മാർ, വിവിധ മന്ത്രിമാർ ഒക്കെ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും, എല്ലാ പെന്തക്കോസ് വിഭാഗത്തിൽപ്പെടുന്ന ദൈവദാസന്മാരെയും ഈ സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി ഇതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും പെന്തക്കോസ് ദൈവസഭകളുടെ ഐക്യത്തിനും ഈ സമ്മേളനം ഒരു കാരണമായി തീരേണ്ടതിന് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.
ഈ ആൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് അലയൻസ് AP എന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ ക്രിസ്ത്യൻ ജോൺ അവർകൾ AP എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഈ സമയം അറിയിക്കേണ്ടതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഏത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാൻ കണമടിയായി തീരട്ടെ. ഓൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് അലയൻസ് അഖിലേന്ത്യാ പെന്തക്കോസ്റ്റ് ഐക്യവേദി APയുടെ 10ാമത് പ്രതിനിധി സമ്മേളനം ഏപ്രിൽ മാസം 14-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുകയാണ്. അഖിലേന്ത്യാ പെന്തക്കോസ്റ്റ് ഐക്യവേദി എന്നാൽ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു ഐക്യ കൂട്ടായ്മയാണ്. ദൈവജനത്തിനും ദൈവദാസന്മാർക്കും ദൈവ ആരാധനകൾക്കും എതിരായിട്ടുണ്ടായ അക്രമങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ റവറൻ KP ശശി അവരുടെ ഹൃദയത്തിൽ ദൈവം നൽകിയ ഒരു ദർശനത്തിൻ്റെ പൂർത്തീകരണമാണ് AP എന്നുള്ളത്. എവിടെയെല്ലാം പെന്തക്കോസ്ത് സമൂഹത്തിനെതിരായിട്ട് പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ടോ, ആരാധനകൾ നിർത്തലാക്കുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ടോ, ദൈവദാസന്മാർ ദൈവജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം ക്ഷണത്തിൽ തന്നെ കടന്നു ചെന്ന് അവിടെ വിഷയങ്ങളെ ആരാഞ്ഞ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഭരണാധികാരികളെ, ജനപ്രതിനിധികളെ, നിയമപാലകരെ ചെന്ന് കണ്ട് അക്രമരഹിത മാർഗങ്ങളിലൂടെയുള്ള പ്രതിഷേധങ്ങൾ അറിയിച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ച് സമയാസമയങ്ങളിൽ അതിൻ്റെ പരിഹാരങ്ങളെ കണ്ടെത്തുവാൻ നാളിതുവരെ AP എന്ന ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ വസ്തുതയാണ്. മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ ദൈവജനത്തിനെതിരായി ഉണ്ടായിക്കൊണ്ടിരുന്ന പീഡനങ്ങൾ കനിഷ്ഠമായ നിലവാരത്തിൽ കേരളത്തിലും പലയിടങ്ങളിലും പലപ്പോഴായി അടിക്കടി പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് AP എന്നുള്ള ഈ പ്രസ്ഥാനം സ്ഥാപിതമാകുവാനിടയായി തീർന്നു. നാളിതുവരെ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും വളരെ ശക്തമായിട്ട് ഇടപെടുവാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവസന്നിധിയിൽ സന്തോഷകരമായ വസ്തുതയാണ്. അപ്പോൾ തന്നെ തുടർന്നുള്ള നാളുകളിലും പെന്തക്കോസ്ത് സമൂഹത്തിന് വേണ്ടി, അവിടെ സകല വിഷയങ്ങൾക്കും വേണ്ടി എന്നും നിലനിൽക്കുവാൻ, ഇടപെടുവാൻ APയും APയിലുള്ള ഓരോ ദൈവദാസന്മാരും അതിൻ്റെ ഭാരവാഹികൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന APയുടെ 10ാമത് വാർഷിക സമ്മേളനത്തിന് സഭാ വ്യത്യാസമന്യേ എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും കടന്നു വന്ന് സഹകരിക്കണമെന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇത് നമ്മുടെ പ്രസ്ഥാനമാണ്. നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഐക്യതയോടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു. ഓൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് അലയൻസിൻ്റെ 10ാമത് സമ്മേളനത്തിൻ്റെ വാളണ്ടിയേഴ്സ് ക്യാപ്റ്റനായിട്ടും നാഷണൽ വൈസ് പ്രസിഡൻ്റായിട്ടും സേവനമനുഷ്ഠിക്കുന്ന റവറൻ ജസ്റ്റിൻ ജോസ് അവറുകളെ ആദരപൂർവ്വം ചില വാക്കുകൾ അറിയിക്കുവാൻ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും വന്ദനം. അഖിലേന്ത്യാ പെന്തക്കോസ്ത് ഐക്യവേദി APA കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. 158 അധികം പെന്തക്കോസ്ത് സഭകൾ, പ്രസ്ഥാനങ്ങൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായി 10ാമത് പ്രതിനിധി സമ്മേളനവും ബൈക്ക്
വിളംബര റാലി നടക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്കടുത്തുള്ള തൂങ്ങാമ്പാറ വിശ്വംഭര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലുള്ള നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സഭാ സംഘടനാ വ്യത്യാസമെന്നെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഈ സന്ദർഭത്തിൽ നാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നാം തിരിച്ചറിയുന്നു. ക്രൈസ്തവ സമൂഹത്തിന് നേരെ മറ്റേത് വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിലും അധികം പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവയെ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ സർക്കാരിലൂടെയും വേണ്ട വിധത്തിലുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ ആരാധന സ്വാതന്ത്ര്യം ഉളവാക്കിയെടുക്കാൻ കഴിഞ്ഞ 10 വർഷങ്ങളായി APA പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും APA പ്രസ്ഥാനം ഉത്തരോത്തരം വളർച്ചയിലേക്ക് നയിക്കപ്പെടേണ്ടതിന് നല്ലവരായ ദൈവദാസന്മാരുടെയും വിശ്വാസികളുടെയും സഹകരണവും പ്രാർത്ഥനയും ആവശ്യപ്പെടുന്നു. ഈ കൂട്ടായ്മയിൽ വന്ന് എല്ലാവരും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആൾ ഇന്ത്യ പെന്തക്കോസ്ത് അലയൻസ് APAയുടെ പരമോന്നത കമ്മിറ്റിയായിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നാഷണൽ പ്രയർ കോർഡിനേറ്ററുമായിരിക്കുന്ന റവറൻ വി ശശി അവറുകൾ ചില വാക്കുകൾ ഇപ്പോൾ സമ്മേളനത്തെക്കുറിച്ച് അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഏപ്രിൽ മാസം 14-ാം തീയതി APAയുടെ 10ാമത് വാർഷികയോഗം കണ്ടളയ്ക്ക് സമീപമുള്ള വിശ്വംഭര ഓഡിറ്റോറിയത്തിൽ തൂങ്ങാമ്പാറ ജംഗ്ഷന് സമീപവും കാട്ടാക്കടയ്ക്ക് സമീപവും തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നടത്തുവാൻ APAയുടെ ഭാരവാഹികൾ കൂടി ആലോചിച്ച് തീരുമാനിക്കുകയും അതിനായിട്ടുള്ള കമ്മിറ്റികളും പ്രാർത്ഥനകളും ആലോചന യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MLAമാർ, MP മാർ, മാത്രമല്ല ആത്മീയ നേതാക്കന്മാർ, വാർഡ് മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള അനവധി VIP-കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇവിടെ എല്ലാത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളേവരും പ്രാർത്ഥിക്കണം എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇനിയും ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ചില സ്റ്റേറ്റുകളിലേക്ക് കടന്നു ചെല്ലാനുണ്ട്. അവിടെ എത്തിച്ചേരുവാനും ഞങ്ങളോടൊപ്പം സഹകരിക്കുവാനും ഈ ലൈവിൽ കാണുന്ന നിങ്ങളേവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ആൾ ഇന്ത്യ പെന്തക്കോസ്ത് അലയൻസിൻ്റെ 10ാമത് സമ്മേളനത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന കൺവീനറായി പ്രവർത്തിക്കുന്ന കർത്താവ് ദാസൻ റവറൻ റോയ് ജോസഫ് മുന്നോട്ട് വന്ന് സമ്മേളനത്തെക്കുറിച്ച് ചില വാക്കുകൾ പറയുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അഖിലേന്ത്യാ പെന്തക്കോസ്ത് ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ 10ാമത് പ്രതിനിധി സമ്മേളനം ട്രിവാൻഡ്രം ജില്ലയിൽ കാട്ടാക്കട തൂങ്ങാമ്പാറ വിശ്വംഭര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാര്യം ഇതിനകം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. വൻപിച്ച സുവിശേഷ റാലിയും അതുപോലെ തന്നെ ആദരിക്കൽ ശുശ്രൂഷകളും മറ്റ് ഇതര പരിപാടികളും നടക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഈ യോഗത്തിലേക്ക് നിങ്ങളെവരെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആൾ ഇന്ത്യ പെന്തക്കോസ്ത് അലയൻസ് APAയുടെ 10ാമത് സമ്മേളനത്തോടുള്ള ബന്ധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ രാജൻ K. പേയാട് ഈ സമയത്ത് ചില വാക്കുകൾ പറയാനായി ക്ഷണിക്കുന്നു. ക്രിസ്തുയേശുവിലെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. APA അതിൻ്റെ 10ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വിപുലമായ കമ്മിറ്റിയുടെ ഒരു സമ്മേളനം കണ്ടള UGMI ചർച്ചിൽ വെച്ച് നടന്നു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷങ്ങൾ പിന്നിട്ട പാതകൾ വളരെ ദുർഘടവും പ്രയാസമേറിയ ഘട്ടങ്ങളിലൂടെ കേരളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നതായ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, അത് നിയമപരമായും സാമൂഹികപരമായും ഒക്കെ തന്നെ കടന്നു വന്ന പല വിഷയങ്ങളുടെ നടുവിലും ഈ പ്രസ്ഥാനം നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായത് ആണ് എന്ന് പറയുന്ന തരത്തിൽ അതിൻ്റെ 10ാമത് വർഷത്തിലേക്ക് സർവശക്തനായ ദൈവം ഈ പ്രസ്ഥാനത്തെ വളർത്തി ആ സമ്മേളനത്തിൻ്റെ
നടത്തിപ്പിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് അത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണക്കാരനായിരിക്കുന്ന റവറൻഡ് കെ പി ശശി അവർകൾ ദൈവം കൊടുത്ത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തെ അതിൻ്റെ നിലവാരത്തിൽ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് വളർത്തിയെടുക്കുവാൻ കേരളത്തിൻ്റെ 14 ജില്ലകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ട് അവിടങ്ങളിലൊക്കെ സ്റ്റേറ്റ് ജില്ലാ കമ്മിറ്റികൾക്ക് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് സഭകൾക്കും വിശ്വാസി കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ വേലയിൽ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ സുവിശേഷ യോഗങ്ങൾ, സുവിശേഷ പരസ്യയോഗങ്ങൾ തുടങ്ങി സമൂഹത്തിൽ ചെയ്തെടുക്കേണ്ടതായ ദൈവം ആ തെരഞ്ഞെടുപ്പിലൂടെ സുവിശേഷകർക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് ഈ 10ാമത് വർഷത്തിലേക്ക് കടന്നു വന്നതിൽ ഏറ്റവും അഭിമാനാർഹമായ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഞങ്ങൾക്കേവർക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നതിലുള്ളത്. എനിക്ക് മുമ്പായി സംസാരിച്ച എല്ലാവരും അതിൻ്റേതായ അഭിപ്രായങ്ങളും അതിൻ്റെ നടത്തിപ്പുകളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുവാനിടയായി. എങ്കിലും ഞങ്ങളെ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരോട് ഞങ്ങൾ പറയട്ടെ, 2025 ഏപ്രിൽ മാസം 14-ാം തീയതി കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയായിരിക്കുന്ന തിരുവനന്തപുരം കാട്ടാക്കടയ്ക്ക് സമീപം കണ്ടള എന്ന പ്രദേശത്ത് വിപുലമായ ഒരു വാർഷിക സമ്മേളനം വിശ്വംഭരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന കാര്യം ഇതോടൊപ്പം അറിയിക്കുവാനിടയായി. ഈ സമ്മേളനം വിജയകരമാക്കി തീർക്കുവാൻ നിങ്ങളേവരുടെയും പങ്കാളിത്തം ഈ സമ്മേളനത്തിന് ആവശ്യമാണ്. ഈ ലൈവിലൂടെ നിങ്ങളേവരെയും സഭാ സംഘടന വ്യത്യാസമില്ലാതെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുവാനും ഇതിൻ്റെ സമ്മേളനത്തിൽ പങ്കുചേർന്ന് നിങ്ങളാലാകുന്ന എല്ലാവിധമായ സന്തോഷവും അനുഗ്രഹങ്ങളും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഈ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ നിങ്ങളേവരെയും കാര്യത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആൾ ഇന്ത്യ പെന്തക്കോസ്ത് അലയൻസ് APയുടെ 10ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന കമ്മിറ്റിയോടുള്ള ബന്ധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉയർന്ന ഭാരവാഹിയായിരിക്കുന്ന പ്രത്യേകിച്ച് തൂങ്ങാമ്പാറ ചർച്ചക്കോട് സഭയുടെ പാസ്റ്ററായും കൂടെ സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ MA പൗലോസ് അവറുകൾ ചില വാക്കുകൾ ഈ സമ്മേളനത്തെക്കുറിച്ച് പ്രസ്താവിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിവാനുമായ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം APA അല്ലെങ്കിൽ ആൾ ഇന്ത്യ പെന്തക്കോസ്ത് ഐക്യവേദി എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന KP ശശി അവർക്ക് ദൈവം കൊടുത്ത ദർശനപ്രകാരം ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും അന്നു മുതൽ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവജനം ഉറങ്ങുകയല്ല, ഉണരേണ്ടിയിരിക്കുന്നു. ആയതിനാൽ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്കടുത്ത് തൂങ്ങാമ്പാറ എന്ന സ്ഥലത്ത് അതിനടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വംഭര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏപ്രിൽ മാസം 14 തീയതി നടക്കുന്ന ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ അനവധി ദൈവദാസന്മാരുണ്ടാകും. രാജ്യത്തെ ഭരിക്കുന്നതാകുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് ഭരണസമിതി അംഗങ്ങൾ, അതിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാർ, മറ്റ് MLAമാർ, ഇങ്ങനെ തുടങ്ങിയതാകുന്ന പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ നിങ്ങളേവരെയും സഹകരിച്ച് നടത്തപ്പെടുന്നതാകുന്ന ഈ മീറ്റിങ്ങിൽ സഹകരിക്കണമെന്നും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഉണരണമെന്നും പറഞ്ഞുകൊണ്ടും ഇതിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.